ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്ന് നോക്കുന്നത് 8ാം ക്ലാസ്സിലെ ചാപ്റ്റർ 13 പുതിയ രാഷ്ട്രങ്ങൾ കെട്ടിപ്പടുക്കുന്നു. ഇത് അത്യാവശ്യം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ചാപ്റ്ററാണ്. കാരണം ഈ കഴിഞ്ഞ ശനിയാഴ്ച നടന്ന അഡ്മിനിസ്ട്രേറ്റീവ് അസിസ്റ്റൻ്റ് എന്ന പോസ്റ്റിലേക്കുള്ള PSC നടത്തിയ എക്സാമിൽ ഈ ചാപ്റ്ററിൽ നിന്നും ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. അത് നമുക്ക് വഴിയെ നോക്കാം. അപ്പോൾ ഈ ചാപ്റ്ററിൽ ആദ്യം തന്നെ പറയുന്നത് അമേരിക്കൻ സ്വാതന്ത്ര്യ പ്രഖ്യാപനത്തെക്കുറിച്ചാണ്. അമേരിക്കൻ സ്വാതന്ത്ര്യ പ്രഖ്യാപനം നടന്നത് 1776 ജൂലൈ 4-നാണ്. അതിൽ പറയുന്നത് എല്ലാ മനുഷ്യരും തുല്യരായി സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. അവരുടെ സൃഷ്ടാവ് എല്ലാവർക്കും ഒഴിവാക്കാനാകാത്ത ചില അവകാശങ്ങൾ നൽകിയിട്ടുണ്ട്. ജീവിതം, സ്വാതന്ത്ര്യം, ജീവിത സൗഖ്യം എന്നിവയ്ക്കുള്ള അവകാശങ്ങൾ അവയിൽ ഉൾപ്പെടുന്നവയാണ്. ഈ അവകാശങ്ങൾ നേടിയെടുക്കാൻ ഭരിക്കപ്പെടുന്നവരുടെ അംഗീകാരം ലഭിച്ച ഭരണകൂടങ്ങൾ രൂപീകരിക്കപ്പെടണം. ഏതെങ്കിലും ഭരണം ഈ ലക്ഷ്യങ്ങളെ നശിപ്പിക്കുന്ന തരത്തിലാവുകയാണെങ്കിൽ അതിനെ മാറ്റുകയോ ഇല്ലാതാക്കുകയോ ചെയ്യാനുള്ള അവകാശം ജനങ്ങൾക്കുണ്ട്. ഈ കോട്ട് തന്നിട്ട് ഇത് ഏത് സ്വാതന്ത്ര്യ പ്രഖ്യാപനത്തിലെ എന്ന് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നോക്കി വെച്ചേക്കണേ. ഇപ്രകാരം ഒരു സ്വാതന്ത്ര്യ പ്രഖ്യാപനം നടത്താൻ അമേരിക്കയിലെ ജനങ്ങളെ പ്രേരിപ്പിച്ച ഘടകങ്ങൾ എന്തെല്ലാമാണെന്ന് നോക്കാം. കൊളോണിയൽ നിയന്ത്രണം. മെയ്ഫ്ലവർ എന്നു പേരുള്ള കപ്പലിൽ അമേരിക്കയിലെത്തിയ തീർത്ഥാടക പിതാക്കന്മാർ അഥവാ പ്യൂരിറ്റന്മാരുടെ ഒരു സംഘം വടക്കേ അമേരിക്കയിൽ പ്ലിമൗത്ത് അഥവാ മസാച്ചുസെറ്റ്സ് എന്ന കോളനി സ്ഥാപിച്ചു. പിൽക്കാലത്ത് 12 കോളനികൾ കൂടി രൂപപ്പെട്ടു. അപ്പോൾ അമേരിക്കയിലുണ്ടായ 13 കോളനികൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ന്യൂ ഹാംപ്ഷയർ, മസാച്ചുസെറ്റ്സ്, റോഡ് ഐലൻഡ്, കണക്റ്റിക്കട്ട്, ന്യൂജേഴ്സി, മലാവയർ, ന്യൂയോർക്ക്, പെൻസിൽവാനിയ, വിർജീനിയ, മേരിലാൻഡ്, നോർത്ത് കരോലിന, സൗത്ത് കരോലിന, ജോർജിയ തുടങ്ങിയവയാണ്. ഈ കോളനികളിൽ വസിച്ചിരുന്നവരിൽ ഭൂരിഭാഗവും ഇംഗ്ലീഷുകാരായിരുന്നു. മാതൃരാജ്യത്തിൻ്റെ പിന്തുണയില്ലാതെ അമേരിക്കയിൽ എത്തിച്ചേർന്ന ഇവരെ നിയന്ത്രിക്കുന്നതിനായി ഇംഗ്ലണ്ടിലെ രാജാവ് കോളനികളിൽ ഗവർണർമാരെ നിയമിച്ചു. കോളനിക്കാരുടെ അസംതൃപ്തിക്ക് ഇത് പ്രധാന കാരണമായി. അപ്പോൾ അവിടെ സ്ഥാപിച്ച ആദ്യത്തെ കോളനിയാണ് പ്ലിമൗത്ത് അഥവാ മസാച്ചുസെറ്റ്സ്. പ്യൂരിറ്റന്മാർ ഇംഗ്ലണ്ടിലെ ഒരു ക്രിസ്തീയ സഭാവിഭാഗമായിരുന്നു ഇവർ. ആരാധനാ കാര്യങ്ങളിൽ യാഥാസ്ഥിതിക നിലപാടായിരുന്നു ഇവർക്കുണ്ടായിരുന്നത്. രാജ്യത്തെ ഇതര ക്രിസ്തീയ വിഭാഗങ്ങളുമായി ഇവർ സംഘർഷത്തിലായിരുന്നു. ഇതേ തുടർന്ന് ഇവരിൽ ചിലർ സ്വന്തം രാജ്യം ഉപേക്ഷിച്ച് അമേരിക്കൻ ഭൂഖണ്ഡത്തിലേക്ക് കുടിയേറി കോളനികൾ സ്ഥാപിച്ചു. ഇവരെയാണ് തീർത്ഥാടക പിതാക്കന്മാർ എന്നറിയപ്പെട്ടിരുന്നത്. വാണിജ്യ നിയന്ത്രണം. ബ്രിട്ടീഷ് ഭരണകൂടം നിയമനിർമ്മാണത്തിലൂടെ കോളനികളിൽ വാണിജ്യ നിയന്ത്രണം കൊണ്ടുവരാൻ ശ്രമിച്ചു. അസംസ്കൃത വസ്തുക്കൾ സംഭരിക്കാനും നിർമ്മിത ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കാനുമുള്ള കുത്തക കമ്പോളമാക്കി അവർ കോളനികളെ മാറ്റി. ബ്രിട്ടൻ നടപ്പിലാക്കിയ വാണിജ്യ നിയമങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. കോളനികളിൽ നിന്ന് കോളനികളിലേക്കുള്ള സാധനങ്ങൾ ബ്രിട്ടീഷ് കപ്പലുകളിലോ കോളനികളുടെ കപ്പലുകളിലോ മാത്രമേ കൊണ്ടുപോകാൻ പാടുള്ളൂ. കമ്പിളി, പുകയില, കപ്പലിൻ്റെ പായ് എന്നീ സാധനങ്ങൾ ഇംഗ്ലണ്ട് വഴി മാത്രമേ യൂറോപ്പിലേക്ക് അയക്കാവൂ. യൂറോപ്പിൽ നിന്ന് സാധനങ്ങൾ ഇംഗ്ലണ്ടിലൂടെ മാത്രമേ കൊണ്ടുപോകാൻ പാടുള്ളൂ. 1765 സ്റ്റാമ്പ് നിയമം അനുസരിച്ച് വിൽപ്പത്രങ്ങൾ, നിയമപരമായ പ്രമാണങ്ങൾ, ലഘുലേഖകൾ എന്നിവയിൽ നിശ്ചിത വിലയുള്ള സ്റ്റാമ്പ് പതിക്കണമെന്ന് നിഷ്കർഷിച്ചു. ഫ്രഞ്ചുകാരുടെ ആക്രമണത്തിൽ നിന്ന് കോളനികളെ സംരക്ഷിക്കാൻ ബ്രിട്ടന് ചെലവായ തുക തിരിച്ചുപിടിക്കുന്നതിനായാണ് അധിക നികുതി ഏർപ്പെടുത്തിയത്. അപ്പോൾ ഇതിൽ നോക്കി വെക്കേണ്ടത് സ്റ്റാമ്പ് നിയമം 1765 പിന്നെ ഈ ബ്രിട്ടൻ ഏർപ്പെടുത്തിയ ഈ വാണിജ്യ നിയമങ്ങളൊക്കെ നോക്കി വെക്കേണ്ടതാണ്. സ്റ്റേറ്റ്മെൻ്റായിട്ട് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. വർദ്ധിച്ച ജനരോഷത്തെ തുടർന്ന് 1766 സ്റ്റാമ്പ് നിയമം പിൻവലിച്ചെങ്കിലും കോളനിയിൽ നികുതി ഏർപ്പെടുത്തുന്നതിനുള്ള അവകാശം ബ്രിട്ടീഷ് പാർലമെൻറ്റിൽ നിക്ഷിപ്തമാക്കി. ബ്രിട്ടൻ്റെ ഇത്തരം നടപടികൾ അമേരിക്കൻ ജനതയെ സാരമായി ബാധിക്കുമെന്ന് മനസ്സിലാക്കിയ കോളനി നിവാസികൾ കലാപവുമായി രംഗത്തു വന്നു. സ്റ്റാമ്പ് ആക്ട് പോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട നിയമമാണ് തേയില നിയമം. ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായിരുന്ന നോർത്ത് പ്രഭുവാണ് 1773 തേയില നിയമം നടപ്പിലാക്കിയത്. കോളനി നിവാസികളെ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ തേയില വാങ്ങാൻ നിർബന്ധിക്കുന്നതായിരുന്നു ഈ നിയമം. തുറമുഖത്തെത്തിയ കപ്പലുകളിൽ റെഡ് ഇന്ത്യക്കാരുടെ വേഷം ധരിച്ച് കയറിപ്പറ്റിയ പ്രതിഷേധക്കാർ തേയിലപ്പെട്ടികൾ കടലിലേക്ക് വലിച്ചെറിഞ്ഞു. ഈ സംഭവമാണ് ബോസ്റ്റൺ തേയില സൽക്കാരം എന്നറിയപ്പെടുന്നത്. അപ്പോൾ ഈ തേയില നിയമം നടപ്പിലാക്കിയത് നോർത്ത് പ്രഭുവാണ് 1773. കോളനി നിവാസികളെ ബ്രിട്ടനെതിരെ പോരാടാൻ പ്രേരിപ്പിച്ച ഘടകങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇതിൽ ആദ്യത്തേതെന്ന് പറയുന്നത് സപ്തവത്സര യുദ്ധത്തിൻ്റെ ഫലമായി കോളനിക്കാരുടെ ഫ്രഞ്ച് ഭീതി ഇല്ലാതായത്.
സപ്തവത്സര യുദ്ധം എന്ന് പറയുന്നത് 1756 വ്യാപാര കുത്തക ഉറപ്പാക്കുന്നതിനായി ബ്രിട്ടനും ഫ്രാൻസും കൂടി നടന്ന യുദ്ധമാണ്. ഇത് 1763 പാരിസ് സന്ധിയോടെയാണ് ഇത് അവസാനിച്ചത്. യുദ്ധത്തിൽ പങ്കെടുത്തതിൻ്റെ ഫലമായി കിട്ടിയ സൈനിക പരിചയവും സ്വന്തം ശക്തിയെക്കുറിച്ചുള്ള ബോധവുമൊക്കെ കോളനി നിവാസികളെ ബ്രിട്ടനെതിരെ പോരാടാൻ പ്രേരിപ്പിച്ചു. കോളനികൾ ഐക്യപ്പെടുന്നു. ബ്രിട്ടീഷ് ഗവൺമെൻറ് അമേരിക്കൻ കോളനികളിൽ നടപ്പിലാക്കിയ നിയമങ്ങളോടുള്ള എതിർപ്പ് കോളനികൾക്കിടയിൽ ഐക്യബോധം വളരുന്നതിനിടയാക്കി. ഈ ഐക്യബോധത്തിൻ്റെ പരിണിത ഫലമായി ഫിലാഡൽഫിയയിൽ കോളനി നിവാസികളുടെ പ്രതിനിധികൾ സമ്മേളിച്ചു. ഇതാണ് കോണ്ടിനെൻ്റൽ കോൺഗ്രസ് എന്നറിയപ്പെടുന്നത്. 3 കോണ്ടിനെൻ്റൽ കോൺഗ്രസ്സുകളും സമ്മേളിച്ചിരിക്കുന്നത് ഫിലാഡൽഫിയയിലാണ്. ആദ്യം നടന്നത് 1774 അതിൽ ജോർജിയ ഒഴികെയുള്ള 12 കോളനികൾ പങ്കെടുത്തു. പ്രധാന തീരുമാനമെന്ന് പറയുന്നത് ബ്രിട്ടനുമായുള്ള വ്യാപാരം നിർത്തിവെക്കാൻ അവർ തീരുമാനിച്ചു. രണ്ടാമത്തെ കോണ്ടിനെൻ്റൽ കോൺഗ്രസ് സമ്മേളനം നടക്കുന്നത് 1775 ബ്രിട്ടീഷ് രാജാവിന് ഒലിവ് ബ്രാഞ്ച് പെറ്റീഷൻ നൽകി. അതുപോലെ ജോർജ് വാഷിങ്ടണിനെ അമേരിക്കൻ സൈന്യത്തിൻ്റെ തലവനായി നിയമിച്ചു. ബ്രിട്ടനുമായി യുദ്ധം ആരംഭിച്ചതും രണ്ടാം കോൺഗ്രസ് സമ്മേളനത്തിലൂടെയാണ്. മൂന്നാം കോൺഗ്രസ് സമ്മേളനം നടക്കുന്നത് 1776 പ്രസിദ്ധമായ സ്വാതന്ത്ര്യ പ്രഖ്യാപനം നടത്തി. ഇത് എഴുതി തയ്യാറാക്കിയത് തോമസ് ജെഫേഴ്സൺ ആയിരുന്നു. ഒലിവ് ബ്രാഞ്ച് പെറ്റീഷൻ ബ്രിട്ടനുമായുള്ള യുദ്ധം ഒഴിവാക്കുക എന്ന ലക്ഷ്യത്തോടെ രാജാവിനോടുള്ള തങ്ങളുടെ വിശ്വസ്തത പ്രഖ്യാപിച്ചുകൊണ്ട് കോളനി നിവാസികൾ നൽകിയ പരാതിയാണിത്. ഇതിലൂടെ 1765 ശേഷം പാസാക്കിയ നിയമങ്ങൾ പിൻവലിക്കണമെന്നും അവർ ആവശ്യപ്പെട്ടു. കോളനി നിവാസികൾ ബ്രിട്ടീഷ് രാജാവിന് ഈ ഒലിവ് ബ്രാഞ്ച് പെറ്റീഷൻ നൽകുന്നത് 1775 രണ്ടാം കോണ്ടിനെൻ്റൽ കോൺഗ്രസ്സിലാണ്. അടുത്തതായി അമേരിക്കൻ ജനതയെ സ്വാധീനിച്ച തത്വചിന്തകരും അവരുടെ ആശയങ്ങളും എന്തൊക്കെയാണെന്ന് നോക്കാം. പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല എന്ന വാചകം ആരുടേതാണ്? ജെയിംസ് ഓട്ടിസ്. ജെയിംസ് ഓട്ടിസ് എന്ന് പറയുന്നത് അമേരിക്കൻ വിപ്ലവത്തിൻ്റെ തുടക്കത്തിൽ മസാച്യുസെറ്റ്സ് ബേ പ്രവിശ്യയിലെ ജനങ്ങളെ പിന്തുണച്ചിരുന്ന അമേരിക്കൻ അഭിഭാഷകനും രാഷ്ട്രീയക്കാരനും ആക്ടിവിസ്റ്റും ആയിരുന്നു. ഇംഗ്ലണ്ടിൽ നിന്ന് വേർപിരിയുകയാണ് അമേരിക്കക്കാരെ സംബന്ധിച്ചിടത്തോളം വിവേകപൂർണ്ണം എന്ന് പറഞ്ഞത് തോമസ് പെയിൻ ആണ്. 1775-1776 കാലത്ത് തോമസ് പെയിൻ എഴുതിയ ലഘുലേഖയാണ് കോമൺ സെൻസ്. 13 കോളനികളിലെ ജനങ്ങൾക്ക് ബ്രിട്ടനിൽ നിന്നും സ്വാതന്ത്ര്യം വേണമെന്ന് വാദിക്കുന്ന 47 പേജുള്ള ഒരു ലഘുലേഖയാണിത്. അടുത്ത ഒരു ഫേമസ് കോട്ടാണ്, മനുഷ്യന് ചില മൗലികാവകാശങ്ങളുണ്ട്, അതിനെ ഹനിക്കാൻ ഒരു ഗവൺമെൻറ്റിനും അവകാശമില്ല എന്ന് പറഞ്ഞത് ജോൺ ലോക്കാണ്. ഫാദർ ഓഫ് ലിബറലിസം എന്ന് അറിയപ്പെടുന്നത് ജോൺ ലോക്കാണ്. ഈ ഭാഗത്തു നിന്നും കഴിഞ്ഞ ശനിയാഴ്ച അഡ്മിനിസ്ട്രേറ്റീവ് അസിസ്റ്റൻ്റ് എന്ന ക്വസ്റ്റ്യൻ പേപ്പറിൽ PSC ചോദിച്ച ക്വസ്റ്റ്യനാണ് കൊടുത്തിരിക്കുന്നത്. അമേരിക്കൻ സ്വാതന്ത്ര്യ സമരത്തിനു ശേഷം സ്വാതന്ത്ര്യ പ്രഖ്യാപനം ആരാണ് തയ്യാറാക്കിയത്? ഇതിൻ്റെ ആൻസർ ഇപ്പോൾ എല്ലാവർക്കും കിട്ടിയില്ലേ? 1776 ജൂലൈ 4 മൂന്നാം കോണ്ടിനെൻ്റൽ സമ്മേളനത്തിൽ വെച്ച് തോമസ് ജെഫേഴ്സൺ സ്വാതന്ത്ര്യ പ്രഖ്യാപനം നടത്തിയത്. ബാക്കി ഭാഗങ്ങളും നമുക്ക് PYQ ക്വസ്റ്റ്യൻസ് വെച്ച് തന്നെ നോക്കാം. അപ്പോൾ താങ്ക് യു.